രാം നാരായൺ രാം. ഇന്ദ്രിയങ്ങളിൽ സ്നേഹത്തിൻ്റെ ചിന്തകൾ എപ്പോഴും ഉയർന്നുവരുന്നതാണ്. എന്നാൽ അവയെല്ലാം വർണ്ണിച്ച ചിത്രങ്ങളാണ്. വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളാൽ ലോകം മുന്നോട്ടു പോകുന്നില്ല. അതിനാലാണ് നാം പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വഴിതെറ്റുന്നു. മായ്ച്ചു കളയാനായി മുന്നോട്ടു പോകുമ്പോഴും അത് ഇല്ലാതാകുന്നില്ല. അവസാനം പുറത്തെത്തുമ്പോൾ ഒരു കാര്യത്തിലുമൊന്നും സമാധാനം ലഭിക്കുന്നില്ല. ദീപം തളർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. ദീപത്തിൽ എണ്ണ ഇല്ലാതായിരിക്കുന്നു. വെളിച്ചം ഇപ്പോഴും വത്തിയിൽ ശേഷിച്ച എണ്ണയിൽ കത്തുന്നു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടും ഇനിയും ആഗ്രഹങ്ങൾ ശേഷിച്ചിരിക്കുന്നു. ആ സമാധാനം എവിടെയാണ്? ആ ചിദാനന്ദം ബ്രഹ്മാനന്ദം പ്രാപ്യമാകുന്നതുവരെ, ആ ശുദ്ധമായ പൂർണ്ണതയിലേക്ക് എത്തുന്നതുവരെ, ആ അവസാന സംഗമഘട്ടത്തിൽ എത്തും വരെ മനസ്സിലൊരു തളർച്ചയും പ്രയത്നവും ഉണ്ടാകും. ഞങ്ങൾ യാത്രികരാണ്. മഹാസംഗമത്തിൻ്റെ അതിപാറിൽ നിന്ന് നിൽക്കുന്നവർ. മനസ്സിൻ്റെ പ്രവണത അതിൻ്റെ ഉന്നതാവസ്ഥയിലേക്കെത്തുന്നതുവരെ നാം യാത്രക്കാരാണ്. സമാധാനത്തിൻ്റെ വാക്കുകൾ നിലനിൽക്കുന്നിടത്തോളം നാം മുന്നോട്ട് നീങ്ങും. ശീതകാലം, വേനൽ, മഴക്കാലം എന്നിവയുടെ സ്വഭാവം പോലെ ഈ ലോകത്തിൻ്റെ പ്രകൃതി നിയമങ്ങൾ നിലനിൽക്കുന്നു. അതിൻ്റെ സമാപനത്തിനായി ഒരു മഹത്തായ വ്യവസ്ഥയും പ്രകൃതിയിൽ ഉണ്ടെന്നതാണ് സത്യം. ദുഃഖം ഇല്ലാത്ത ലോകവും നിലവിലുണ്ട്. എന്തിനാണ് ഇത് അങ്ങനെയൊക്കെ? ഏതെങ്കിലും ഒന്നിൻ്റെ ഉത്ഭവം സംഭവിക്കുമ്പോൾ അതിൻ്റെ നിവാരണത്തിനുള്ള സംവിധാനം പ്രകൃതിയൊരുക്കിയിരിക്കും. ഉദാഹരണത്തിന്, പഞ്ചസാരയുണ്ടെങ്കിൽ അതിനുള്ള പച്ചവള്ളിയും ഉണ്ടാകും. അതുപോലെയാണ് ഈ ലോകം. പ്രകൃതിയുടെ മാന്ദ്യവും മഹത്വവും എല്ലാം അതിലുണ്ട്.